Hello students, welcome to Emily's Career Studies. എൻ്റെ പേര് നിഖിൽ വി എം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ജോഗ്രഫിയാണ്. നിങ്ങൾക്കറിയാം SSCയിലെ ജനറൽ അവയർനെസ്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജോഗ്രഫി. അതിൽ കോസ്റ്റൽ ഇന്ത്യയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോസ്റ്റൽ ഇന്ത്യയെക്കുറിച്ച് അതിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കോസ്റ്റൽ ഇന്ത്യയുടെ ആദ്യം പറയേണ്ടത്, പ്രിലിമിനറി ആയിട്ട് നമ്മൾ ആദ്യം പറയേണ്ടത് കോസ്റ്റൽ ഇന്ത്യയുടെ ഒരു ഇൻട്രോ പറയണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മേജർ പോർട്സുകളെ കുറിച്ച് പഠിക്കണം. കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മേജർ പോർട്സുകളെ കുറിച്ചാണ്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ സ്പാനിങ് എത്രയാണ്? ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ സ്പാനിങ് എന്ന് പറയുന്നത് 7,517 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ കോസ്റ്റൽ ലൈൻ സ്പാനിങ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയുടെ തീരപ്രദേശത്തിന്റെ ലെങ്ത്. മൊത്തം ഇന്ത്യയുടെ മെയിൻലാൻഡിൽ മാത്രമല്ല, നമ്മുടെ യൂണിയൻ ടെറിട്ടറീസും കൂടെ ചേർന്നിട്ടാണ് 7,517 കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് കോസ്റ്റൽ ലൈൻ, എത്ര സംസ്ഥാനങ്ങൾക്കാണ് തീരപ്രദേശമുള്ളത്? അത് ഓർത്ത് വയ്ക്കുക, 9 ആണ്. 9 സ്റ്റേറ്റ്സുകൾക്കാണ് കോസ്റ്റൽ ലൈൻസ് ഷെയർ ചെയ്യുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ആരൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വൺ ഗുജറാത്ത് ആണ് ഒന്നാമത്തത്. രണ്ടാമത് നമുക്ക് ആരെ പറയാം? മഹാരാഷ്ട്ര. നിങ്ങളുടെ ഇന്ത്യയുടെ മാപ്പ് ഒന്ന് മനസ്സിൽ കാണുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ മാപ്പ് നോക്കാം. മഹാരാഷ്ട്ര, ഗോവ, അതുപോലെ തന്നെ നാലാമത്തത് കർണാടക, അടുത്ത് അഞ്ചാമത്തത് കേരള, ആറാമത്തത് തമിഴ്നാട്, ഏഴാമത്തത് ആന്ധ്രാപ്രദേശ്. ഈ ആന്ധ്രാപ്രദേശ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക, തെലങ്കാനയ്ക്ക് കോസ്റ്റൽ ലൈൻ ഇല്ല. അത് ഓർത്ത് വയ്ക്കുക, മിക്കവരും തെറ്റിക്കുന്നതാണ്. തെലങ്കാനയ്ക്ക് കോസ്റ്റൽ ലൈൻ ഇല്ല, ആന്ധ്രാപ്രദേശിന് മാത്രമാണ് കോസ്റ്റൽ ലൈൻ ഉള്ളത്. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഒഡീഷ, ദെൻ അതിന് മുകളിലായിട്ട് വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 9 സ്റ്റേറ്റിനാണ് ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻ ഉള്ളത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, എത്ര സ്റ്റേറ്റുകൾക്കാണ് കോസ്റ്റൽ ലൈൻ ഉള്ളതെന്ന്. ഓക്കെ, ദെൻ അടുത്ത് ഇന്ത്യയുടെ മാപ്പിൽ വന്നിട്ട് നമുക്ക് ഇതെങ്ങനെ ഒന്നും കൂടി ഒന്ന് പഠിക്കാം. നമ്മളിപ്പോ ഏതൊക്കെ സ്റ്റേറ്റിനാണ് കോസ്റ്റൽ ലൈൻ ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? 9 സ്റ്റേറ്റിന്. ഏതൊക്കെയാണ്? ഇന്ത്യയുടെ മാപ്പിലാണെങ്കിൽ ഗുജറാത്ത് ഒന്നാമത് നമുക്ക് പറയാം. ഗുജറാത്ത്. ദെൻ ഓക്കെ, ഒന്നാമത് നമുക്ക് പറയാം ഗുജറാത്ത് നമുക്ക് പറയാം. കോസ്റ്റൽ ലൈൻ ഉള്ള ഒന്നാമത്തെ സംസ്ഥാനം ഓർത്ത് വയ്ക്കുക, ഗുജറാത്ത് ആണ്. ഓക്കെ, രണ്ടാമത് മഹാരാഷ്ട്ര ഓർത്ത് വയ്ക്കുക. മൂന്നാമത് വന്നിട്ട് നമ്മൾ ഈ വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെ പഠിക്കുക. ഗുജറാത്ത്, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത് വന്നിട്ട് ഗോവ, നാലാമത് വന്നിട്ട് കർണാടക, അഞ്ചാമത് വന്നിട്ട് കേരള, ദെൻ ആറാമത് വന്നിട്ട് തമിഴ്നാട്, ദെൻ ഏഴാമത് വന്നിട്ട് ആന്ധ്രാപ്രദേശ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, തെലങ്കാനയ്ക്ക് കോസ്റ്റൽ ലൈൻ ഇല്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും, തെലങ്കാനയ്ക്ക് കോസ്റ്റൽ ലൈൻ ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് എട്ടാമത് വന്നിട്ട് ഒഡീഷയ്ക്കാണുള്ളത്. ഒമ്പതാമത് വെസ്റ്റ് ബംഗാൾ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് കോസ്റ്റൽ ലൈൻ ഉള്ളത്. ഉള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ദെൻ ആന്ധ്രാപ്രദേശ്, തെലങ്കാനയ്ക്കില്ല, അത് ഓർത്ത് വയ്ക്കുക, ഒഡീഷ, ദെൻ വെസ്റ്റ് ബംഗാൾ. ഇത്രയാണ് നമ്മൾ കോസ്റ്റൽ ലൈൻ ഉള്ള 9 സ്റ്റേറ്റ്സ്. അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അറേബ്യൻ സീ ആയിട്ട് കോസ്റ്റൽ ലൈൻ ഉള്ള സ്റ്റേറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് പറയേണ്ടത് അറേബ്യൻ സീ ആയിട്ട് കോസ്റ്റൽ ലൈൻ ഉള്ള ഒന്നാമത്തത് തമിഴ്നാട്. നമ്മളിപ്പം വെസ്റ്റ് സൈഡിൽ സൗത്ത് വെസ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. തമിഴ്നാട് ഒന്നാമത്തത്, ദെൻ സെക്കൻഡ് കേരള, തേർഡ് വൺ കർണാടക, ദെൻ ഗോവ, ദെൻ മഹാരാഷ്ട്ര, അടുത്തത് ഗുജറാത്ത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? അറേബ്യൻ സീ ആയിട്ട് കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നമ്മുടെ വെസ്റ്റ് സൈഡിൽ, അതായത് അറേബ്യൻ സീ എവിടെയാണ്? വെസ്റ്റ് സൈഡിലാണ്. അപ്പൊ അവിടെ നമുക്ക് പറയേണ്ടത് താഴെ നിന്ന്, അതായത് സൗത്ത് സൈഡിൽ നോക്കുക. ഫസ്റ്റ് വൺ തമിഴ്നാട്,
തമിഴ്നാടിന് അറേബ്യൻ സീ ആയിട്ട് കോസ്റ്റൽ ലൈൻ ഉണ്ട്. കേരള, ദെൻ കർണാടക, ദെൻ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഇത്രയാണ് അറേബ്യൻ സീ ആയിട്ട് കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്ന സ്റ്റേറ്റ്സ്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബേ ഓഫ് ബംഗാളുമായിട്ട് കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നത്. ബേ ഓഫ് ബംഗാളുമായിട്ട് കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നത്. അതിലും ആരുണ്ട്? ഓർത്ത് വയ്ക്കുക, തമിഴ്നാട്. തമിഴ്നാട് അറേബ്യൻ സീ ആയിട്ടും ബേ ഓഫ് ബംഗാളുമായിട്ടും കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നുണ്ട്. സോ തമിഴ്നാട്, ദെൻ അതിന് മുകളിലോട്ട്, അതായത് നമ്മുടെ ഈസ്റ്റ് സൈഡിലാണ് ബേ ഓഫ് ബംഗാൾ, അതിന് മുകളിലോട്ട് ആന്ധ്രാപ്രദേശ്. തെലങ്കാന ഇല്ല, ഓർത്ത് വയ്ക്കുക, മിക്കവരും തെറ്റിക്കുന്നതാണ് തെലങ്കാന ഉണ്ടെന്ന്. തെലങ്കാന ഇല്ല, തെലങ്കാനയിൽ കോസ്റ്റൽ ലൈൻ ഇല്ല. ദെൻ ഒഡീഷ അതിന് മുകളിൽ, അതിന് മുകളിൽ വെസ്റ്റ് ബംഗാൾ. ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ഇത് മറക്കരുത്. അറേബ്യൻ സീ ആയിട്ട് കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നത് തമിഴ്നാട്, കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ബേ ഓഫ് ബംഗാളുമായിട്ട് കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നത് അതിലും തമിഴ്നാടുണ്ട്, ദെൻ ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇങ്ങനെ 9 സ്റ്റേറ്റ് ആണ് ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ ഏതാണ് ഒരു സ്റ്റേറ്റ് അറേബ്യൻ സീ ആയിട്ടും ബേ ഓഫ് ബംഗാളുമായിട്ട് കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നതെന്ന്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അത് തമിഴ്നാടാണ് അറേബ്യൻ സീ ആയിട്ടും നമ്മുടെ ബേ ഓഫ് ബംഗാളുമായിട്ടും കോസ്റ്റൽ ലൈൻ പങ്കുവയ്ക്കുന്നത്. അത് മറക്കരുത്. ഓക്കെ, അടുത്ത് നമുക്ക് പറയണ്ട അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണിത്. സ്റ്റേറ്റ് ഹാവിംഗ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ, അതായത് ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് വന്നിട്ട് ഗുജറാത്ത് ആണ്. അത് മറക്കരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പം ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും ചോദിക്കുന്ന? ഷോർട്ടസ്റ്റ് കോസ്റ്റൽ ലൈൻ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഗോവയ്ക്കാണ് ഷോർട്ടസ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് ഹാവിംഗ് സെക്കൻഡ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ, അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ അതിന്റെ കൂടെ ചോദിക്കാം. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ. 2 ക്വസ്റ്റ്യൻ പറയാം. ഇതിന്റെ ഈ തേർഡും ഫോർത്തും ഒരുമിച്ച് പറയാം. സെക്കൻഡ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ള സ്റ്റേറ്റും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ, അതേതാണ്? ആന്ധ്രാപ്രദേശാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. ഓർത്ത് വയ്ക്കുക. ഇപ്പൊ ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ള ഗുജറാത്ത്, ഷോർട്ടസ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ള ഗോവ, സെക്കൻഡ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ളത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ സെക്കൻഡ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ ഉള്ളത് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന് ആൻസർ ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് ലോങ്സ്റ്റ് കോസ്റ്റൽ ലൈൻ, ആന്ധ്രാപ്രദേശ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാവിംഗ് നോ കോസ്റ്റൽ ലൈൻ. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ, അതേതാണ്? തെലങ്കാന. ഓർത്ത് വയ്ക്കുക, തെലങ്കാന. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നോ കോസ്റ്റൽ ലൈൻ. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കോസ്റ്റൽ ലൈൻ ഇല്ലാത്ത ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ, അത് തെലങ്കാനയാണ്. ഓർത്ത് വയ്ക്കുമല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് യൂണിയൻ ടെറിട്ടറീസിൽ കോസ്റ്റൽ ലൈൻസ് ഏതൊക്കെ യൂണിയൻ ടെറിട്ടറീസിനാണ് ഉള്ളതെന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഓർത്ത് വയ്ക്കേണ്ടത് 4 യൂണിയൻ ടെറിട്ടറീസിനാണ് ഇന്ത്യയിൽ കോസ്റ്റൽ ലൈൻ ഉള്ളത്. അതിൽ ഒന്നാമത്തേത് വന്നിട്ട് ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. രണ്ടാമത് വന്നിട്ട് പുതുച്ചേരിക്ക് കോസ്റ്റൽ ലൈൻ ഉണ്ട്, നമുക്ക് തന്നെ അറിയാം പുതുച്ചേരി കോസ്റ്റൽ ലൈൻ ഉണ്ട്. ദെൻ തേർഡ് വൺ ലക്ഷദ്വീപ്. നമ്മുടെ കേരളയുടെ അടുത്തുള്ളതാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന് വന്നിട്ട് കോസ്റ്റൽ ലൈൻ ഉണ്ട്, എല്ലാവർക്കും അത് അറിയാം. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇവിടെയും എന്തുണ്ട്? കോസ്റ്റൽ ലൈൻ ഉണ്ട്. അപ്പം 4 യൂണിയൻ ടെറിട്ടറീസിനാണ് കോസ്റ്റൽ ലൈൻ ഉള്ളത്. ഇന്ത്യയിൽ 4 യൂണിയൻ ടെറിട്ടറീസിനാണ് കോസ്റ്റൽ ലൈൻ ഉള്ളത്. ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി, പുതുച്ചേരി, തേർഡ് വൺ ലക്ഷദ്വീപ്, ഫോർത്ത് വൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിനാണ്. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോസ്റ്റൽ ലൈൻ ഉള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് മേജർ പോർട്സുകളെ കുറിച്ച് പഠിക്കാം. സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് മേജർ പോർട്സ്. ഇന്ത്യയിലുള്ള മേജർ പോർട്സുകളെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക, ഈ മേജർ പോർട്സ് പഠിക്കുമ്പോൾ മിക്കവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മിക്ക ബുക്സിലും വന്നിട്ട് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 13 മേജർ പോർട്സ് ആണുള്ളത്. അത് 13 ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 13 ഇല്ല.
12 മേജർ പോർട്സ് ആണ് ഇന്ത്യയിലുള്ളത്. അത് ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിൽ 12 മേജർ പോർട്സ് ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ 11 നമ്പേഴ്സ് ഗവൺമെന്റിന്റെ കയ്യിലും ഒരു കോർപ്പറേറ്റ് പോർട്ടുമാണ് ഉള്ളത്. ഓക്കെ, 12 മേജർ പോർട്സ് ആണ് ഉള്ളത്. അതിന് കാരണം 13 മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോ ഇല്ല. ഇപ്പോൾ 12 മേജർ പോർട്സ് ആണ് ഉള്ളത്. 11 ഗവൺമെന്റ് കയ്യിലും ഒരെണ്ണം വന്നിട്ട് കോർപ്പറേറ്റിന്റെ കയ്യിലുമാണ് ഉള്ളത്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക, നമ്പർ മറക്കരുത്. 12 മേജർ പോർട്സ് ആണ് ഉള്ളത്. ഇനി നമ്മൾ പോർട്സുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് SSCക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഈ സെൻട്രൽ മിനിസ്റ്റേഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഏത് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റർ ആണെന്ന്. അപ്പം പോർട്സുകളെ കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ആ മിനിസ്റ്ററിന്റെ പേരെന്താണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഷിപ്പിംഗ്. അത് ഓർത്ത് വയ്ക്കുക, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഷിപ്പിംഗ്. അത് ഓർത്ത് വയ്ക്കുക, മൻസുഖ് എൽ മണ്ഡാവിയ ആണ് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഷിപ്പിംഗ് എന്ന് പറയുന്നത്. മൻസുഖ് എൽ മണ്ഡാവിയ. ഓക്കെ, യൂണിയൻ മിനിസ്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കുക, SSCയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മള് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഷിപ്പിംഗ് എന്ന് പറയുന്ന ഷിപ്പിംഗിന്റെ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് മൻസുഖ് എൽ മണ്ഡാവിയാണ്. അദ്ദേഹത്തിന് വേറെ വകുപ്പുകളുണ്ട്, സ്റ്റേറ്റ് ഫോർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന്റെ വകുപ്പ് കൂടി അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, മൻസുഖ് എൽ മണ്ഡാവിയ. അതുപോലെ ഈ ഷിപ്പിംഗിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് അറിയപ്പെടുന്നതാണ് പരിവാഹൻ ഭവൻ. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഷിപ്പിംഗ് മിനിസ്ട്രിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിയപ്പെടുന്നതാണ് പരിവാഹൻ ഭവൻ. ഇത് ന്യൂഡൽഹി തന്നെയാണ്, ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, അത് മറക്കരുത്, ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് മേജർ പോർട്സുകളെ കുറിച്ച് പറഞ്ഞു. 12 മേജർ പോർട്സ് ആണ് ഇന്ത്യയിലുള്ളത്. 12 മേജർ പോർട്സ്. അത് ഏതൊക്കെയാണോ ഒന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. മേജർ പോർട്സുകൾ 12 ഉണ്ട്. ഇനി മൈനർ പോർട്സുകളുണ്ട് ഒരുപാട്, ഒരു 200ഓളം മൈനർ പോർട്സുകൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള മേജർ പോർട്സുകളെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് ഈ വെസ്റ്റ് സൈഡിലുള്ള മേജർ പോർട്സുകളെ കുറിച്ച് പഠിക്കാം. പ്രത്യേകിച്ച് ഫസ്റ്റ് നമുക്ക് കേരളത്തിലുള്ള ഒരു മേജർ പോർട്ടാണ് നമുക്ക് കൊച്ചി ആണ് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. വെസ്റ്റ് സൈഡിൽ താഴെ സൗത്തിൽ നിന്ന് പഠിക്കാം, നമ്മുടെ കേരളയിൽ നിന്ന് പഠിക്കാം. ഒന്നാമത്തത് കൊച്ചി നമ്മൾ ഒരു മേജർ പോർട്സിൽ ഒന്നാണ്. രണ്ടാമത് വന്നിട്ട് ന്യൂ മാംഗ്ലൂർ പോർട്ട്, മംഗലാപുരം എന്ന് പറയും, നമ്മുടെ പഴയ മംഗലാപുരം എന്ന് പറയുന്നതാണ് ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഇനി മൂന്നാമത്തത് ഗോവയിലുള്ളതാണ് മർമഗോവ പോർട്ട്. മൂന്നാമത്തത് മർമഗോവ പോർട്ട്. ഇനി നാലാമത്തെ വന്നിട്ട് JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് ആണ് JNPT എന്ന് പറയുന്നത്. അത് നാലാമത്താണ് JNPT. ഇതിന് വേറൊരു പേരുണ്ട്, നവശേവ. നമുക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അഞ്ചാമത്തെ പോർട്ട് എന്ന് പറയുന്നത് മുംബൈ ആണ് അഞ്ചാമത്തെ പോർട്ട്. ആറാമത്തെ പോർട്ട് കാൺല, ഗുജറാത്തിലെ കാൺല, ദീൻ ദയാൽ പോർട്ട് എന്ന് പറയുന്ന കാൺല പോർട്ട്. ഓക്കെ, അപ്പം വെസ്റ്റേൺ സൈഡിൽ 6 പോർട്ടുകളാണ് ഇന്ത്യയിലുള്ളത്. അത് ഓർത്ത് വയ്ക്കുക. ഒന്നാമത് കൊച്ചി, രണ്ടാമത് ന്യൂ മാംഗ്ലൂർ പോർട്ട്, തേർഡ് വൺ മർമഗോവ പോർട്ട് ഗോവ, ഫോർത്ത് വൺ JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. ഇത് നവശേവ എന്നറിയപ്പെടുന്നത്, ഇത് മഹാരാഷ്ട്രയിലാണ്. അഞ്ചാമത്തത് മുംബൈ പോർട്ടും മഹാരാഷ്ട്രയിലാണ്, എല്ലാവർക്കും അറിയാം. ആറാമത്തത് കാൺല പോർട്ടിന് ദീൻ ദയാൽ പോർട്ട് എന്നും പറയും. ഇത് നമ്മുടെ റാൻ ഓഫ് കച്ച് മേഖലയിലാണ്, ഗുജറാത്തിലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് വെസ്റ്റ് സൈഡിലുള്ളത്. ഇനി നമുക്ക് ഈസ്റ്റ് സൈഡിലെ പോർട്ട്, അതായത് ബേ ഓഫ് ബംഗാളിലെ പോർട്ടുകളെ കുറിച്ച് പഠിക്കാം. അതിൽ ഒന്നാമത് പഠിക്കേണ്ടത് തൂത്തുക്കുറിൻ പോർട്ട്. അത് തൂത്തുക്കുടി എന്നൊക്കെ പറയും, നമ്മുടെ പഴയ പേര് തൂത്തുക്കുടി. VO ചിദംബരനാർ പോർട്ട്, ആ പേര് ഓർത്ത് വയ്ക്കുക, അത് ചോദിച്ചിട്ടുള്ളതാണ്. ന്യൂ നെയിം VO ചിദംബരനാർ പോർട്ട്. അത് ഈസ്റ്റേൺ സൈഡിൽ ഒന്നാമത് പഠിക്കാം. ദെൻ അതിന്റെ മുകളിലുള്ളതാണ് ചെന്നൈ പോർട്ട്. പഴയ ഇന്ത്യയിലുള്ള ഒരു പഴയ പോർട്ടുകളിൽ ഒന്നാണ് ചെന്നൈ പോർട്ട്. ഒരു ഓൾഡസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ടുകളിൽ ഒന്നാണ് ചെന്നൈ പോർട്ട്. അതിന്റെ മുകളിലുള്ളതാണ് എണ്ണൂർ പോർട്ട്, കാമരാജർ പോർട്ട് എന്ന് പറയും. അതിന്റെ ന്യൂ നെയിം ഓർത്ത് വയ്ക്കുക. ഇതിന്റെ ന്യൂ നെയിം ഓർത്ത് വയ്ക്കുക, കാമരാജർ പോർട്ട്, എണ്ണൂർ പോർട്ട് എന്ന് പറയും. ഈ എണ്ണൂർ പോർട്ടാണ് നമ്മൾ പറഞ്ഞായിരുന്നു 11 നമ്പേഴ്സ് പോർട്ടാണ് നമുക്ക് ഗവൺമെന്റ് കയ്യിലുള്ളതും ഒരെണ്ണം കോർപ്പറേറ്റ് പോർട്ടാണെന്ന് പറഞ്ഞത്. ആ കോർപ്പറേറ്റ് പോർട്ടാണ് എണ്ണൂർ പോർട്ട് എന്ന് പറഞ്ഞത്, കാമരാജർ പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഫോർത്ത് വൺ വിശാഖപട്ടണം. ഫിഫ്ത് വൺ വന്നിട്ട് പാരദീപ് പോർട്ട്, ഒഡീഷയിലുള്ള പാരദീപിലുള്ള പോർട്ടാണ് ഫിഫ്ത് വൺ. ദെൻ സിക്സ് വൺ കൊൽക്കത്ത ഹാൽഡിയ പോർട്ട് എന്നറിയപ്പെടും. കൊൽക്കത്ത പോർട്ടാണ് സിക്സ് വൺ. അപ്പൊ
സിക്സ് നമ്പേഴ്സ് ഓഫ് പോർട്ടുകൾ ഈ അറേബ്യൻ സീയിലും അടുത്ത അനദർ 6 നമ്പേഴ്സ് ഓഫ് പോർട്ടുകൾ നമ്മുടെ ബേ ഓഫ് ബംഗാളിലാണ് ഉള്ളത്. അപ്പൊ മൊത്തം 12 പോർട്ട്സ് ആണ് ഇന്ത്യയിൽ മേജർ പോർട്ട്സ് ആയിട്ട് ഉള്ളത്. അപ്പൊ അത് മറക്കരുത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെസ്റ്റ് കോസ്റ്റ് സൈഡിലുള്ള അതായത് നമ്മുടെ അറേബ്യൻ സീയിലുള്ള പോർട്സുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ എല്ലാം പറഞ്ഞത് തന്നെയാണ്, എങ്കിലും ഒന്നും കൂടെ ഒന്ന് നോക്കണം. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കുക. ഏത് സ്റ്റേറ്റിലാണ്? ഒന്നാമത്തെ കൊച്ചി. നമുക്കറിയാം കൊച്ചി നമ്മുടെ കേരളത്തിലുള്ള പോർട്ടാണ്. കൊച്ചിൻ പോർട്ട് വന്നിട്ട് കേരളത്തിലുള്ള പോർട്ടാണ്, കേരളത്തിൽ. അതുപോലെ ന്യൂ മാംഗ്ലൂർ പോർട്ട്, ഇതിനെ പനമ്പൂർ പോർട്ട് എന്ന് പറയപ്പെടും. ഇത് പഴയ ലോക്കൽ നെയിമിന്റെ പേരാണ് പനമ്പൂർ പോർട്ട്. ഇത് ന്യൂ മാംഗ്ലൂർ പോർട്ട്, ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂ മാംഗ്ലൂർ പോർട്ട് ഇതാണ് രണ്ടാമത് നമ്മൾ പഠിച്ചത്. അറേബ്യൻ സീയിലുള്ള രണ്ടാമത്തെ പോർട്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് പഠിക്കാമെങ്കിലും വെസ്റ്റേൺ സൈഡിൽ സൗത്ത് നിന്ന് മുകളിലോട്ട് നോക്കുക, അതാണ് കൂടുതലായിട്ടും നല്ലത്. വന്നിട്ട് മർമഗോവ പോർട്ട്. മർമഗോവ പോർട്ട് ഗോവയിലാണ് മർമഗോവ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. സുവാരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജവഹർലാൽ നെഹ്റു പോർട്ട് ഏതൊക്കെ സ്റ്റേറ്റിലാണെന്നാണ് നമ്മൾ പറയുന്നത്, കാരണം ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ജവഹർലാൽ നെഹ്റു പോർട്ട് നവശേവ പോർട്ട് എന്നറിയപ്പെടും. JNPT നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, അത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വേറൊന്നും കൂടെ ഉണ്ട് മഹാരാഷ്ട്രയിലെ മുംബൈ പോർട്ട്. മുംബൈ പോർട്ടാണ് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പോർട്ടുകളിൽ ഒന്നാണ് മുംബൈ പോർട്ട്. മുംബൈ പോർട്ടിന്റെ തിരക്ക് നിയന്ത്രിക്കാനാണ് JNPT ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ നവശേവ പോർട്ട് എന്നുള്ളത് രൂപീകരിച്ചത്. അപ്പൊ രണ്ടും വന്നിട്ട് മഹാരാഷ്ട്രയിലാണ്. ഇനി ദീൻദയാൽ പോർട്ട് അല്ലെങ്കിൽ കാൻല പോർട്ട് എന്നൊക്കെ പറയും. കാൻല പോർട്ട് ഇത് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണുള്ളത്. ദീൻദയാൽ പോർട്ട് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലാണ് ഇത് ഉള്ളത്. ഗുജറാത്തിൽ ദീൻദയാൽ പോർട്ട്. ഇത് ഓർത്തിരിക്കുക, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി ഒരു കാര്യം നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, വാധവൻ പോർട്ട്. അതായത് ഇന്ത്യയിൽ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള ഒരു മേജർ പോർട്ടാണ് വാധവൻ പോർട്ട്. അത് മിക്കവരും തെറ്റിക്കുന്നതാണ്. അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള ഒരു മേജർ പോർട്ട് ചോദിക്കുമ്പോൾ വിഴിഞ്ഞം ആൻസർ ചെയ്യരുത്, കാരണം വിഴിഞ്ഞം ഇതുവരെ മേജർ പോർട്ട് സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല. സോ ഓർത്ത് വയ്ക്കുക, അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന മേജർ പോർട്ടാണ് വാധവൻ പോർട്ട് മഹാരാഷ്ട്ര. വാധവൻ പോർട്ട് മഹാരാഷ്ട്ര. സോ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. സോ ഇതിനെ ഇതുവരെയും മേജർ പോർട്ടായിട്ട് കണക്കാക്കിയിട്ടില്ല. കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ അറേബ്യൻ സീയിൽ എത്ര പോർട്ടാവും? 7 പോർട്ടാവും. കൺസ്ട്രക്ഷൻ കഴിയുമ്പോൾ നിലവിൽ 6 പോർട്ട് മാത്രമേ, 6 നമ്പേഴ്സ് ഓഫ് പോർട്ട് മാത്രമേ അറേബ്യൻ സീയിലുള്ളൂ, വെസ്റ്റ് സൈഡിലുള്ളൂ. ഓക്കെ, ഇനി ഈസ്റ്റ് കോസ്റ്റ് സൈഡിൽ അതായത് നമ്മുടെ ബേ ഓഫ് ബംഗാളുള്ള പോർട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിലാണ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ നമ്മുടെ ഇപ്പോ ഏറ്റവും കൂടുതൽ പോർട്ടുകൾ ഉള്ളത് സ്റ്റേറ്റ്സ് എന്ന് ഏറ്റവും കൂടുതൽ പോർട്ട് അതായത് മേജർ പോർട്ട്സ് ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. നിങ്ങൾ ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 3 പോർട്ടുകൾ തമിഴ്നാട്ടിലുണ്ട്. 3 പോർട്ട്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് ഒരുമിച്ച് പഠിക്കുക. തമിഴ്നാട്ടില് അതിൽ ഏറ്റവും സൗത്ത് ആയിട്ടുള്ളതാണ് VO ചിദംബരനാർ പോർട്ട്, തൂത്തുക്കുടി. VO ചിദംബരനാർ പോർട്ട്, തൂത്തുക്കുടി. ആ നെയിം ഓർത്ത് വയ്ക്കുക, VO ചിദംബരനാർ പോർട്ട്. അതുപോലെ ചെന്നൈ പോർട്ട് നേരത്തെ പറഞ്ഞായിരുന്നു, അതും തമിഴ്നാടാണ്. അതുപോലെ കാമരാജർ പോർട്ട് എണ്ണൂർ, ഒരു കോർപ്പറേറ്റിന്റെ കയ്യിലുള്ള പോർട്ടാണ് കാമരാജർ പോർട്ട്. ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ മിക്സ് ചെയ്ത് നടത്തുന്നതാണ് കോർപ്പറേറ്റ് പോർട്ട്. അത് കാമരാജർ പോർട്ട് എണ്ണൂർ, അതും തമിഴ്നാടാണ്. 3 പോർട്ടാണ് തമിഴ്നാട്ടിലുള്ളത്. VO ചിദംബരനാർ പോർട്ട്, അതേപോലെ ചെന്നൈ പോർട്ട്, കാമരാജർ പോർട്ട്. ഓക്കെ, ഇനി വിശാഖപട്ടണം പോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാവർക്കും അറിയാം, ആന്ധ്രാപ്രദേശിലാണ്. വിശാഖപട്ടണം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പാരാദീപ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. അതുപോലെ ഹാൽഡിയ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് വെസ്റ്റ് ബംഗാളിലാണ്. ഹാൽഡിയ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹാൽഡിയ കൊൽക്കത്ത പോർട്ട് എന്ന് അറിയപ്പെടും, വെസ്റ്റ് ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ പോർട്ട് പ്ലെയറിന്റെ നെയിം ഓർത്ത് വയ്ക്കുക. പോർട്ട് പ്ലെയർ ഞാൻ വീഡിയോ നമ്മൾ ക്ലാസ് തുടങ്ങിയവും പറഞ്ഞു, ഈ പോർട്ട് പ്ലെയർ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയതാണ്. 13 മേജർ പോർട്സുകൾ ഉണ്ടെന്ന് നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ 12 മേജർ പോർട്സുകളേ ഉള്ളൂ. ആ ഒഴിവാക്കിയ പോർട്ടാണ് പോർട്ട് പ്ലെയർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, സൗത്ത് ആൻഡമാനിലുള്ള ഈ പോർട്ട് പ്ലെയർ പോർട്ട് അത് ഇപ്പോൾ ഇല്ല. അതിന് മേജർ പോർട്ട് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കളഞ്ഞു. അതിന് കാരണം ഒരു നിശ്ചിത ഒരു നമ്പർ ഓഫ് കണ്ടെയ്നേഴ്സ് വന്നാൽ മാത്രമേ അത് മേജർ പോർട്ടായിട്ട് കണക്കാക്കത്തുള്ളൂ. സോ പോർട്ട് പ്ലെയർ പോർട്ട് നമ്മളിപ്പോ മേജർ പോർട്ടായിട്ട് കണക്കാക്കത്തില്ല. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ 12 മേജർ പോർട്ട്സ് ആണ് ഉള്ളത്. ഒരെണ്ണം അണ്ടർ കൺസ്ട്രക്ഷനിലാണ്, അതാണ് മഹാരാഷ്ട്രയിലെ വാധവൻ പോർട്ട്. ഒരെണ്ണം മേജർ പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അതാണ് പോർട്ട് ബ്ലെയർ പോർട്ട്. ഓക്കെ, ആൻഡമാനിലുള്ള
ഇനി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് നമ്പർ ഓഫ് മേജർ പോർട്സ്, മേജർ പോർട്സ് ഇൻ ഇന്ത്യ. അത് ഓർത്ത് വയ്ക്കുക, ഏതൊക്കെ സംസ്ഥാനത്താണ്, അതായത് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന വാതകനും കൂടി കൂട്ടിയാൽ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലുമാണ് മോസ്റ്റ് നമ്പർ ഓഫ് മേജർ പോർട്സ് ഉള്ളത്. മോസ്റ്റ് നമ്പർ ഓഫ് മേജർ പോർട്സ് ഇൻ ഇന്ത്യ. അതില് നിലവില് കറന്റ് സിറ്റുവേഷനിൽ തമിഴ്നാടാണ്, പക്ഷേ അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന വാതകനും കൂടി കൂട്ടിയാൽ രണ്ടും പറയാം. മഹാരാഷ്ട്രയിലും 3 വരും. മഹാരാഷ്ട്രയിലുള്ള 3 പോർട്ട് ഏതൊക്കെയാണ്? JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, അതുപോലെ മുംബൈ പോർട്ട്, വാധവൻ പോർട്ടാണ് അണ്ടർ കൺസ്ട്രക്ഷനിലുള്ളത്. തമിഴ്നാട്ടിലുള്ള ഏതൊക്കെയാണ്? തൂത്തുക്കുടി VO ചിദംബരനാർ പോർട്ട്, ചെന്നൈ പോർട്ട്, അതുപോലെ തന്നെ കാമരാജർ പോർട്ട്, എണ്ണൂർ പോർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ 3 പോർട്ടുകളാണ് 2 സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഓക്കെ, ദെൻ മോസ്റ്റ് നമ്പർ ഓഫ് പോർട്സ്, അതായത് മേജർ പോർട്ട് ആയിരുന്നാലും മൈനർ പോർട്ട് ആയിരുന്നാലും അതിന് രണ്ടിനെയും കൂടെ കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോർട്സ് ഉള്ളത് എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. മോസ്റ്റ് നമ്പർ ഓഫ് പോർട്സ്, ഇത് നമ്മൾ പറഞ്ഞ എന്താണ്? മോസ്റ്റ് നമ്പർ ഓഫ് മേജർ പോർട്സ്. അത് ഓർത്ത് വയ്ക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. ഈ താഴത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മോസ്റ്റ് നമ്പർ ഓഫ് പോർട്സ്, മേജർ ആയിരുന്നാലും മൈനർ ആയിരുന്നാലും ഏറ്റവും കൂടുതൽ പോർട്സ് ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അപ്പൊ അത് മറക്കൂലല്ലോ, ഇതാണ് ഓർത്തിരിക്കുക. ഇനി ഇന്ത്യൻ പോർട്സ് ആക്ടുകളെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ പോർട്സ് ആക്ടുകളെ കുറിച്ച്, അതേപോലെ പോർട്സ് അസോസിയേഷൻ, പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇതിന്റെയൊക്കെ രൂപീകരണ ടൈം ചോദിക്കാറുണ്ട്, ഏതാണ് ഇയർ എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ പോർട്സ് ആക്ട് 1908 ഇന്ത്യൻ പോർട്സ് ആക്ട് നിലവിൽ വന്നത്. അതോർത്ത് നോക്കിയാൽ ഇന്ത്യൻ പോർട്സ് ആക്ട് 1908. ഇന്ത്യൻ പോർട്സ് അസോസിയേഷൻ അത് വന്നത് 1966 1966 ഇന്ത്യൻ പോർട്സ് അസോസിയേഷൻ നിലവിൽ വന്നത്. അതേപോലെ പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1980 പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ പോർട്സ് ആക്ട് 1908, ഇന്ത്യൻ പോർട്സ് അസോസിയേഷൻ 1966, പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1980. ഓക്കെ, ഇനി ഓരോ പോർട്ടുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ നോക്കുന്നത്. അതായത് മേജർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഓർത്ത് വയ്ക്കുക, ഇന്ത്യസ് ലാർജസ്റ്റ് ലേക്ക് പോർട്ട് എന്ന് പറഞ്ഞാൽ കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പോർട്ടുണ്ട് ഇന്ത്യയിൽ, ലാർജസ്റ്റ് ലേക്ക് പോർട്ട്. അത് ഓർത്ത് വയ്ക്കുക, നമ്മുടെ കേരളത്തിലുള്ള കൊച്ചി പോർട്ടാണ്. കൊച്ചി പോർട്ടിലുള്ള വേമ്പനാട് ലേക്കിലാണ് കൊച്ചി പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യസ് ലാർജസ്റ്റ് ലേക്ക് പോർട്ട്, അത് ഓർത്ത് വയ്ക്കുക, കൊച്ചിൻ പോർട്ടാണ്. അതേപോലെ ഫസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ ടു ഗെറ്റ് ഇ പോർട്ട് സ്റ്റാറ്റസ്, അത് ഓർത്ത് വയ്ക്കുക, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ ടു ഗെറ്റ് ഇ പോർട്ട് സ്റ്റാറ്റസ്, അതേതാണ്? കൊച്ചിനാണ്. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ സ്പൈസസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും കൊച്ചിയാണ്. അപ്പം കൊച്ചിയെ കുറിച്ചുള്ള മേജർ ആയിട്ടുള്ള 3 കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യസ് ലാർജസ്റ്റ് ലേക്ക് പോർട്ട്, അതുപോലെ ഇന്ത്യയിലുള്ള ഒരു പോർട്ടിന് ഈ പോർട്ട് സ്റ്റാറ്റസ് കിട്ടിയായിരുന്നു ആദ്യമായിട്ട്, അത് കൊച്ചിയാണ്. സ്പൈസസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ഇത് 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്ത് വയ്ക്കുക. കൊച്ചിയെ കുറിച്ചുള്ള 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. അടുത്ത ന്യൂ മാംഗ്ലൂർ പോർട്ട്, നമ്മൾ പറഞ്ഞായിരുന്നു കർണാടകയിലുള്ള ന്യൂ മാംഗ്ലൂർ പോർട്ട്, അതിനെ കുറിച്ചുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദ ഓൺലി മേജർ പോർട്ട് ഇൻ കർണാടക, അതേതാണ്? ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഓൺലി മേജർ പോർട്ട് ഇൻ കർണാടക ന്യൂ മാംഗ്ലൂർ പോർട്ടാണ്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഗേറ്റ് വേ ഓഫ് കർണാടക എന്ന് പറയുന്നത്. ദ പോർട്ട് വിച്ച് ഇസ് നോൺ ആസ് ഗേറ്റ് വേ ഓഫ് കർണാടക, അത് മാംഗ്ലൂർ പോർട്ടാണ്. ദ പോർട്ട് വിച്ച് ഇസ് നോൺ ആസ് ഗേറ്റ് വേ ഓഫ് കർണാടക, അത് മാംഗ്ലൂർ പോർട്ടാണ്. അതുപോലെ ന്യൂ മാംഗ്ലൂർ പോർട്ടിന്റെ ഒരു ലോക്കൽ നെയിം ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക, പനമ്പൂർ പോർട്ട് എന്നറിയപ്പെടും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ന്യൂ മാംഗ്ലൂർ പോർട്ടിന്റെ ഒരു ലോക്കൽ നെയിം ഉണ്ട്, അത് ആ പ്ലേസിന്റെ പേരാണ് പനമ്പൂർ പോർട്ട് എന്ന് അറിയപ്പെടും. ന്യൂ മാംഗ്ലൂർ പോർട്ട് ഈസ് ഓൾസോ നോൺ ആസ് പനമ്പൂർ പോർട്ട്. ഓർത്ത് വയ്ക്കുമല്ലോ. അപ്പൊ ഈ 3 കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ അടുത്ത നമ്മൾ പഠിച്ചൊരു പോർട്ടാണ് വെസ്റ്റേൺ സൈഡിൽ. നമ്മൾ ആദ്യം പറഞ്ഞു കൊച്ചി, ദെൻ ന്യൂ മാംഗ്ലൂർ, ദെൻ മൂന്നാമത്താണ് മർമഗോവ പോർട്ട്. മർമഗോവ പോർട്ടിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക, ദ ഓൺലി മേജർ സീ പോർട്ട് ഇൻ ഗോവ. അങ്ങനെ ചോദിക്കാം, ദ ഓൺലി മേജർ സീ പോർട്ട് ഇൻ ഗോവ. ഇത് സുവാരി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൊത്തത്തിൽ സുവാരി റിവറിലല്ല, സുവാരി റിവറിന്റെ എൻഡ് സീയിൽ പതിക്കുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്.
ഗോവ, ദ ഓൺലി മേജർ പോർട്ട് ഇൻ ഗോവ. അതേപോലെ ഇത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അയൺ ഓർ is mainly exported. India's മെയിൻലി അയൺ ഓർ എക്സ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യയിൽ അയൺ ഓർ എക്സ്പോർട്ട് ചെയ്യുന്ന, അയണിന്റെ അയിര് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു മേജർ പോർട്ടാണ് മർമഗോവ പോർട്ട്. മർമഗോവ പോർട്ട്. അതുപോലെ ഈ മർമഗോവ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഗോവയിലെ സുവാരി റിവറിലാണ്. സുവാരി റിവറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മർമഗോവ എന്ന് പറഞ്ഞ പ്ലേസിൽ സുവാരി റിവറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക, സുവാരി റിവർ. ഓക്കെ, സുവാരി റിവർ സീയിൽ പതിക്കുന്ന എൻഡിലാണ് ഈ മർമഗോവ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്, സുവാരി റിവർ. ഓക്കെ, ഓക്കെ. അടുത്തത് നമുക്ക് പഠിച്ചതാണ് JNPT അല്ലെ. JNPTയുടെ പേര് ഓർത്ത് വയ്ക്കുക, നവശേവ പോർട്ട്. അതിന്റെ പുതിയ പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. ഓക്കെ, JNPT എന്ന് പറയുന്നത് നവശേവ പോർട്ട്. നവശേവ പോർട്ട് എന്നറിയപ്പെടുന്നതാണ് JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് എന്നറിയപ്പെടുന്നത്. നവശേവ, ആ പേര് മറക്കരുത്. നവശേവ പോർട്ട് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന പോർട്ടാണ് JNPT, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്. ഇത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ വേറെ പ്രത്യേകത ഓർത്ത് വയ്ക്കുക, ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഇൻ ഇന്ത്യ. ഇത് ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നും അറിയപ്പെടും. ഇത് പറഞ്ഞായിരുന്നു, ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നും അറിയപ്പെടും. ഇപ്പൊ മൂന്ന് വെച്ചിട്ടാണ് നവശേവ പോർട്ട് എന്നറിയപ്പെടുന്നതും, ലാർജസ്റ്റ് കണ്ടെയ്നർ പോർട്ടും, ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നറിയപ്പെടുന്നതും ഈ JNPT ആണ്. ഓക്കെ, ഇനി വേറൊരു ഒരു വിശേഷണമാണ് ഹൈടെക് പോർട്ട് ഇൻ ഇന്ത്യ. ഹൈടെക് പോർട്ട് ഇൻ ഇന്ത്യ അങ്ങനെ ചോദിക്കാറുണ്ട്. ഹൈടെക് പോർട്ട് ഇൻ ഇന്ത്യ, അത് മേജർ പോർട്ടാണ് JNPT. അതുപോലെ സാറ്റലൈറ്റ് പോർട്ട് ഇൻ ഇന്ത്യ. സാറ്റലൈറ്റ് പോർട്ട്, ഇത് സാറ്റലൈറ്റ് പോർട്ട് എന്ന് വിളിക്കാൻ കാര്യം മുംബൈ പോർട്ടിന്റെ തിരക്ക് നിയന്ത്രിക്കാനാണ് നമ്മുടെ ഈ നവശേവ പോർട്ട് രൂപീകരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പോർട്ടിന്റെ തിരക്ക് നിയന്ത്രിക്കാൻ മറ്റൊരു പോർട്ട് രൂപീകരിക്കുമ്പോൾ ആ പോർട്ടിനെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ് പോർട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സാറ്റലൈറ്റ് പോർട്ട് ഓഫ് മുംബൈ എന്നറിയപ്പെടുന്നതാണ് ഈ നവശേവ പോർട്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുമല്ലോ. അടുത്തത് മുംബൈ പോർട്ട്. മുംബൈ പോർട്ടിന്റെ എന്തൊക്കെ വിശേഷണങ്ങളാണുള്ളത് അതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് പറയുന്നത്. ബിഗ്ഗസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ, മുംബൈ പോർട്ട്. ബിഗ്ഗസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, ബിഗ്ഗസ്റ്റ് നാച്ചുറൽ പോർട്ട് ഇൻ ഇന്ത്യ, അതും മുംബൈ ആണ്. മുംബൈ അടുത്തത് പറയുന്നുണ്ട്, മുംബൈ ഇസ് എ നാച്ചുറൽ ഹാർബർ ഇൻ ഇന്ത്യ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ബിഗ്ഗസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് നാച്ചുറൽ പോർട്ട് ഇൻ ഇന്ത്യ. അതുപോലെ അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, കോട്ടൺ പോർട്ട് ഓഫ് ഇന്ത്യ. കോട്ടൺ പോർട്ട് ഓഫ് ഇന്ത്യ, മലയാളത്തിൽ ഇതിനെ പരുത്തി തുറമുഖം എന്ന് പറയും. കോട്ടൺ പോർട്ട്, ഏറ്റവും കൂടുതൽ കോട്ടൺ എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ കോട്ടൺ പോർട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, കോട്ടൺ പോർട്ട് ഓഫ് ഇന്ത്യ, അത് മുംബൈ പോർട്ടാണ്. മുംബൈ പോർട്ട്. അടുത്തത് ദീൻ ദയാൽ പോർട്ട്. നമ്മൾ പറഞ്ഞായിരുന്നു കാൻല പോർട്ട് എന്ന് പറഞ്ഞായിരുന്നു. കാൻല പോർട്ട് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന കാൻല പോർട്ട്, അതിനെയാണ് നമ്മൾ ദീൻ ദയാൽ പോർട്ട് എന്നറിയപ്പെടുന്നത്. ദീൻ ദയാൽ പോർട്ട്, ദീൻ ദയാൽ പോർട്ട്, കാൻല പോർട്ട് എന്നറിയപ്പെടുന്നത്. ഈ കാൻല പോർട്ട് എന്റെ പുതിയ പേരാണ് ദീൻ ദയാൽ പോർട്ട്. അത് ഓർത്ത് വയ്ക്കുക, ദീൻ ദയാൽ ഉപാധ്യായയുടെ പേര് വെച്ചിട്ട് ദീൻ ദയാൽ പോർട്ട് എന്ന് നാമകരണം ചെയ്തത് ഈ കാൻല പോർട്ടാണ്. അതേപോലെ ഈ കാൻല പോർട്ടിന്റെ വേറെ ഇത് ഓർത്ത് വയ്ക്കുക, ടൈഡൽ പോർട്ട് ഇൻ ഇന്ത്യ. ടൈഡൽ പോർട്ട് ഇൻ ഇന്ത്യ, ടൈഡൽ വേവ്സിന്റെ ഇത് വെച്ചിട്ട് അഡ്വാൻറ്റേജ് എടുത്തിട്ട് എന്ത് ചെയ്യും, ടൈഡൽ വേവ്സിന്റെ അഡ്വാൻറ്റേജ് വെച്ചിട്ട് സീ ലെവലിൽ വാട്ടർ ലെവൽ എന്ത് ചെയ്യും, കൂടുകയും കുറയുകയും ചെയ്യും. സോ ഇതിനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പോർട്ട് മേജർ ആയിട്ടും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ടൈഡൽ പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് സോൺ, ഫ്രീ ട്രേഡ് സോൺ നിലവിൽ വന്നതും ഇവിടെയാണ്, ഈ കാൻല പോർട്ട്, ദീൻ ദയാൽ പോർട്ടിലാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഫ്രീ ട്രേഡ് പോർട്ട് എന്ന് പറയുന്നത് കാൻല പോർട്ടാണ്. അല്ലെങ്കിൽ സെസ് ഏർപ്പെടുത്തിയത്, സെസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന സെസ് ഏർപ്പെടുത്തിയത് ഈ പോർട്ടിലാണ്. സെസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറയുന്ന സെസ് ഏർപ്പെടുത്തിയത് ഈ ആദ്യമായിട്ട് കാൻല പോർട്ടിലാണ്. അത് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് പോർട്ട് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതും കൂടെ ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് പോർട്ട് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. മറ്റു പോർട്ടുകളൊക്കെ മിക്ക പോർട്ടുകളും മുമ്പേ ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമുക്ക് എന്ത് പറ്റി, സ്വാതന്ത്ര്യാനന്തരം ഇൻഡിപെൻഡൻസ്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ത് പറ്റി, കറാച്ചി പോർട്ട് നമുക്ക് പാകിസ്ഥാൻ കൊടുക്കേണ്ടി വന്നു. സോ ആ ഭാഗത്ത് ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ വന്നിട്ട് ഒരു പോർട്ട് ഇല്ലാതായി. അതായത് നോർത്ത് വെസ്റ്റ് സൈഡിൽ ഒരു പോർട്ട് ഇല്ലാതായി.
സോ നമ്മൾ എന്ത് ചെയ്തു, ഗുജറാത്തിൽ ഒരു പോർട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു, അതാണ് കാൻഡല പോർട്ട്. സോ പോർട്ട് കൺസ്ട്രക്റ്റഡ് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അത് അങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്, ഈ കാൻഡല പോർട്ട് ഗുജറാത്ത് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഈസ്റ്റേൺ സൈഡിലുള്ള പോർട്സുകളെ കുറിച്ച് പഠിക്കാം. നമ്മൾ വെസ്റ്റേൺ സൈഡിലുള്ള പോർട്സുകളെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈസ്റ്റേൺ സൈഡിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഈസ്റ്റേൺ സൈഡിലെ ഏറ്റവും സൗത്ത് ആയിട്ട്, ഈസ്റ്റേൺ സൈഡിലെ ഏറ്റവും സൗത്ത് ആയിട്ട്, അതാണ് തമിഴ്നാട്. നമ്മൾ നേരത്തെ മാപ്പൊക്കെ കാണിച്ചായിരുന്നു, ഓർമ്മ ഉണ്ടാവുമല്ലോ. തമിഴ്നാട്ടിൽ 3 പോർട്ടുകളാണ് ഉള്ളത് അല്ലേ, നമ്മൾ പറഞ്ഞായിരുന്നു. കറന്റ് മേജർ പോർട്സുകളുടെ എണ്ണം കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. പക്ഷെ അണ്ടർ കൺസ്ട്രക്ഷനുള്ള വാദവനും കൂടെ വന്നു കഴിഞ്ഞാൽ തമിഴ്നാടും മഹാരാഷ്ട്രയും 3 പോർട്ടുകൾ വീതം അവർ രണ്ടുപേർക്കും ഉണ്ട്. ഇപ്പൊ കറന്റ് തമിഴ്നാടിനാണ് 3 മേജർ പോർട്ടുകൾ ഉള്ളത്. അത് ഏതൊക്കെയാണ്, തൂത്തുക്കുടിൻ, അതേപോലെ ചെന്നൈ, എണ്ണൂർ, 3 പോർട്ടാണ് ഉള്ളത്. അതുപോലെ സദേൺ മോസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ, അത് ഓർത്ത് വയ്ക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, സദേൺ മോസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ. അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും, കൊച്ചി ആണോ തൂത്തുക്കുടിയാണോ എന്ന്. ഓർത്ത് വയ്ക്കുക, സദേൺ മോസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് തൂത്തുക്കുടിയാണ്. പോർട്ട് വിച്ച് ഈസ് നോൺ ആസ് പേൾ ഹാർബർ ഓഫ് ഇന്ത്യ, അത് തൂത്തുക്കുടിയാണ്. അപ്പം പോർട്ട് വിച്ച് ഈസ് നോൺ ആസ് പേൾ ഹാർബർ ഇൻ ഇന്ത്യ, അത് തൂത്തുക്കുടിയാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. തൂത്തുക്കുടി പോർട്ട് അത് ഓർത്ത് വയ്ക്കുക. ഇനി തൂത്തുക്കുടിൻ പോർട്ടിന്റെ പുതിയ പേര്, ന്യൂ നെയിം ഓർത്ത് വയ്ക്കുക, VO ചിദംബരനാർ പോർട്ട്. ന്യൂ നെയിം ഓഫ് തൂത്തുക്കുടിൻ പോർട്ട് ഏതാണ്, VO ചിദംബരനാർ പോർട്ട്. VO ചിദംബരനാറിനെ കേട്ടുണ്ടാവും, കപ്പലോടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് VO ചിദംബരനാർ. സ്വദേശീവൽക്കരണം വന്ന സമയത്ത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഒരു കപ്പല് നിർമ്മിച്ച് അദ്ദേഹം കപ്പലോടിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ കപ്പലോടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. സോ VO ചിദംബരനാർ പോർട്ട്, ആ നെയിമാണ് കൊടുത്തിട്ടുള്ളത് തൂത്തുക്കുടി പോർട്ടിന്. മെയിൻ എക്സ്പോർട്ടിംഗ് ഐറ്റം ഇൻ തൂത്തുക്കുടിൻ പോർട്ട് ഏതാണ്, സോൾട്ട് ആണ്. സോൾട്ട് നിങ്ങൾ ചില മൂവീസ് കണ്ടുണ്ടാവും, തൂത്തുക്കുടിൻ പോർട്ട് കാണിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ സിംഗം 2 മൂവിയിലൊക്കെ നിങ്ങൾ കണ്ടുണ്ടാവും, സോൾട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന തൂത്തുക്കുടിൻ പോർട്ടിനെ അതിൽ കാണിച്ചിട്ടുണ്ട്. സോ അത് ഓർത്ത് നോക്കിയാൽ മതി. സോൾട്ട് ആണ് മെയിൻ എക്സ്പോർട്ടിംഗ് ഐറ്റം തൂത്തുക്കുടിൻ പോർട്ടിൽ. അതല്ല സദേൺ മോസ്റ്റ് ആൻഡ് നിയറർ ടു ഇക്വേറ്റർ, ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക. സദേൺ മോസ്റ്റ് പോർട്ട് ആൻഡ് നിയറർ ടു ഇക്വേറ്റർ, ഇക്വേറ്ററിന് അടുത്തുള്ളതും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള പോർട്ടാണ് തൂത്തുക്കുടിൻ പോർട്ട്. സദേൺ മോസ്റ്റ് ആൻഡ് നിയറസ്റ്റ് ടു ഇക്വേറ്റർ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കും, നിയറസ്റ്റ് ടു ഇക്വേറ്റർ, ഇന്ത്യൻ മേജർ പോർട്ട് വിച്ച് ഈസ് നിയറസ്റ്റ് ടു ഇക്വേറ്റർ, അതാണ് തൂത്തുക്കുടിൻ പോർട്ട്. അത് ഓർത്ത് വയ്ക്കുക. അടുത്തത് ചെന്നൈ പോർട്ടിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, പക്ഷെ കുറച്ചൊന്ന് വിശദീകരണം നമുക്ക് പറയാം. ഓൾഡസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ട് ഇൻ ഇന്ത്യ, അത് ഓർത്ത് വയ്ക്കുക. ഓൾഡസ്റ്റ് ആർട്ടിഫിഷ്യൽ സീ പോർട്ട് ഇൻ ഇന്ത്യ. ഓൾഡസ്റ്റ് നാച്ചുറൽ പോർട്ട് ഏതാണ്, മുംബൈ ആണ്, അത് മറക്കരുത്. ഓൾഡസ്റ്റ് ആർട്ടിഫിഷ്യൽ സീ പോർട്ട് ഇൻ ഇന്ത്യ, അത് ചെന്നൈ ആണ്. സ്വാഭാവികമായി കടലിന് ആഴം കാണും, അതാണ് നാച്ചുറൽ പോർട്ട് എന്നറിയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ പോർട്ട് എന്ന് പറഞ്ഞാൽ കടലിനെ ട്രെഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ മണ്ണെടുത്തിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലി നിർമ്മിക്കേണ്ടി വരും, അതാണ് ആർട്ടിഫിഷ്യൽ പോർട്ട് എന്ന് പറയുന്നത്. സോ അത് ചെന്നൈ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ, അത് ഓർത്ത് വയ്ക്കുക. സെക്കൻഡ് ലാർജസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മേജർ പോർട്ട് ഏതാണ്, അത് മുംബൈ ആണ്. പക്ഷെ സെക്കൻഡ് ലാർജസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ ചെന്നൈ ആണ്. അതുപോലെ ദ ഓൺലി പോർട്ട് ഇൻ ഇന്ത്യ അറ്റാക്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഇന്ത്യയിലുള്ള ഒരേ ഒരു പോർട്ട്, അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരേ ഒരു പോർട്ടാണ് ചെന്നൈ. ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരേ ഒരു പോർട്ടാണ് ചെന്നൈ പോർട്ട്, അത് ഓർത്ത് വയ്ക്കുക. അതേപോലെ ബേ ഓഫ് ബംഗാളിലുള്ള ലാർജസ്റ്റ് പോർട്ട്, നമ്മൾ ലാർജസ്റ്റ് പോർട്ടായിട്ട് പഠിച്ചത് മുംബൈ ആണ്, മുംബൈ അറേബ്യൻ സീയിലാണ്. പക്ഷേ ബേ ഓഫ് ബംഗാളിലുള്ള ലാർജസ്റ്റ് പോർട്ടാണ് ചെന്നൈ പോർട്ട്. ഇസ് ദ ലാർജസ്റ്റ് പോർട്ട് ഇൻ ദി ബേ ഓഫ് ബംഗാളിലുള്ള ലാർജസ്റ്റ് പോർട്ടാണ് ചെന്നൈ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെന്നൈ പോർട്ടിനെ കുറിച്ച് പറഞ്ഞതാണ്, ഓർത്തിരിക്കുക. അടുത്തത് എണ്ണൂർ പോർട്ട്. ഇതിനാണ് നമ്മൾ എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത്. ഓർത്ത് വയ്ക്കുക, ഓരോന്നിന്റെയും വിശേഷണങ്ങൾ ഓർത്ത് വയ്ക്കുക. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നതാണ് എണ്ണൂർ പോർട്ട്. അതുപോലെ ഏഷ്യസ് ഫസ്റ്റ് കോർപ്പറേറ്റ് പോർട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. 11 നമ്പേഴ്സ് ഓഫ് പോർട്ടാണ് നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിലുള്ളത്. ഒരെണ്ണം വന്നിട്ട് കോർപ്പറേറ്റ് ആണ്, അതായത് ഹാഫ് ഗവൺമെന്റും ഹാഫ് പ്രൈവറ്റ് കമ്പനീസും ആണ്. സോ അതാണ് കോർപ്പറേറ്റ് പോർട്ട് എന്നറിയപ്പെടുന്നത്. ഏഷ്യയിലെ ഫസ്റ്റ് കോർപ്പറേറ്റ് പോർട്ടാണ് എണ്ണൂർ പോർട്ട്.
എണ്ണൂർ പോർട്ടിനെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് എന്ന് അറിയപ്പെടും. എക്കോ ഫ്രണ്ട്ലി പോർട്ട് ഇൻ ഇന്ത്യ. എക്കോ ഫ്രണ്ട്ലി പോർട്ട് ഇൻ ഇന്ത്യ. എക്കോ ഫ്രണ്ട്ലി പോർട്ട് ഇൻ ഇന്ത്യ. അത് ഓർത്ത് വയ്ക്കുക. എണ്ണൂർ പോർട്ട് ഇസ് നോൺ ആസ് എക്കോ ഫ്രണ്ട്ലി പോർട്ട് ഇൻ ഇന്ത്യ. അതുപോലെ ന്യൂ നെയിം ഓഫ് എണ്ണൂർ പോർട്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാമരാജർ പോർട്ട്. കാമരാജർ പോർട്ട് അത് ഓർത്ത് വയ്ക്കുക. ന്യൂ നെയിം ഓഫ് എണ്ണൂർ പോർട്ട് കാമരാജർ പോർട്ട്. ഓക്കെ, അപ്പൊ മറക്കരുത്, ന്യൂ നെയിംസ് മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണത്. പുതിയ നെയിമുകൾ ചോദിക്കും. സോ ഇതിന്റെ വിശേഷണങ്ങൾ: എനർജി പോർട്ട് ഓഫ് ഏഷ്യ, എക്കോ ഫ്രണ്ട്ലി പോർട്ട്, അതേപോലെ ഏഷ്യസ് ഫസ്റ്റ് കോർപ്പറേറ്റ് പോർട്ട്, ന്യൂ നെയിം കാമരാജർ പോർട്ട്. അത് ഓർത്തിരിക്കുക. അടുത്തത് ഡീപ്പസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ. വിശാഖപട്ടണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഡീപ്പസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ എമംഗ് ദ മേജർ പോർട്ട്സ് ഇൻ ഇന്ത്യ. അതായത് മേജർ പോർട്ടുകളിൽ ഏറ്റവും ആഴം കൂടിയ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർട്ടാണ് വിശാഖപട്ടണം പോർട്ട്. അത് ഓർത്ത് വയ്ക്കുക. ഡീപ്പസ്റ്റ് കണ്ടെയ്നർ ടെർമിനൽ പോർട്ട് അത് ഓർത്ത് വയ്ക്കുക. അതാണ് വിശാഖപട്ടണം പോർട്ട്. വിശാഖപട്ടണം പോർട്ട്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ് ലാൻഡ് ലോക്ക്ഡ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ. ലാൻഡ് ലോക്ക്ഡ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ. ലാൻഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും എന്തായിരിക്കും? ലാൻഡ് ലോക്ക്ഡ് ആയിരിക്കും. മൂന്ന് സൈഡും ലാൻഡ് ആയിരിക്കും. മറ്റു സൈഡ് ആയിരിക്കും എന്തോന്ന്, ഒരു സൈഡ് ആയിരിക്കും സി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു പോർട്ടാണ് വിശാഖപട്ടണം പോർട്ട്. ആ മൂന്ന് സൈഡിൽ വന്നിട്ട് ഉള്ളതാണ്. ഈ പോർട്ട് നിലനിൽക്കുന്നതാണ് ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇടയ്ക്ക്. ഡോൾഫിൻസ് നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇങ്ങനെ രണ്ട് മലനിരകൾക്കിടയിലാണ് ഈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഒരിടത്ത് കരയായിരിക്കും, മറ്റു സൈഡിൽ ഡോൾഫിൻ നോസ് ഹില്ലും അടുത്ത സൈഡിൽ റോസ് ഹില്ലും. ഇങ്ങനെ മൂന്ന് സൈഡ് കൊണ്ട് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടാണ്, ലാൻഡ് ആയിട്ട് ലോക്ക്ഡ് ആയിട്ടുള്ള പോർട്ടാണ് വിശാഖപട്ടണം പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഓർത്ത് വയ്ക്കാം. 3 സൈഡ് ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള പോർട്ടാണ് വിശാഖപട്ടണം പോർട്ട്. അതേപോലെ ഡീപ്പസ്റ്റ് മേജർ പോർട്ട് ഇൻ ഇന്ത്യ, അത് ഓർത്ത് വയ്ക്കുക. അതും വിശാഖപട്ടണം പോർട്ടാണ്. അടുത്തത് the major port made in artificial lagoons. ആർട്ടിഫിഷ്യൽ ലഗൂൺസിൽ സ്ഥിതി ചെയ്യുന്ന മേജർ പോർട്ട്സ്. ആർട്ടിഫിഷ്യൽ ലഗൂൺസിൽ സ്ഥിതി ചെയ്യുന്ന മേജർ പോർട്ടാണ് പാരാദീപ് പോർട്ട്. ആർട്ടിഫിഷ്യൽ ലഗൂൺസിൽ, അതായത് നമ്മുടെ ട്രെഡ്ജ് ചെയ്യുമ്പോൾ മണ്ണ് അടിയാതിരിക്കാൻ വേണ്ടി ലഗൂൺസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ചിലടത്ത് നാച്ചുറലി ഉണ്ടാവാറുണ്ട്, നാച്ചുറലി ഉള്ള സ്ഥലങ്ങളുണ്ട്, അത് യൂസ് ചെയ്യും. പക്ഷെ ആർട്ടിഫിഷ്യൽ ലഗൂൺസ് ഉള്ള പോർട്ടാണ് പാരാദീപ് പോർട്ട് ഒഡീഷ. പാരാദീപ് പോർട്ട് ഒഡീഷ. അതേപോലെ the port is situated in the confluence of river Mahanadi and Bay of Bengal. അതായത് മഹാനദി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന സ്ഥലത്താണ് ഈ പാരാദീപ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കോൺഫ്ലുവൻസ് ഓഫ് റിവർ മഹാനദി ആൻഡ് ബേ ഓഫ് ബംഗാൾ. അതായത് മഹാനദി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന സ്ഥലത്താണ് ഈ പാരാദീപ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ഇതിന് റിവറൈൻ പോർട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മൾ വേറൊന്ന് പറഞ്ഞായിരുന്നു, സുവാരി റിവർ. മർമഗോവ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ സുവാരി റിവറിലാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ സുവാരി റിവർ അറേബ്യൻ സീയിൽ പതിക്കുന്ന സ്ഥലത്താണ് ഈ പോർട്ട്. അതുപോലെ മഹാനദി ബേ ഓഫ് ബംഗാളിൽ പതിക്കുന്ന സ്ഥലത്താണ് ഈ പോർട്ട്. അപ്പൊ അതിനെ നമുക്ക് ഒരിക്കലും ഒരു റിവറൈൻ പോർട്ട് എന്ന് ഇതിന് രണ്ടിനെയും പറയാൻ പറ്റത്തില്ല. മർമഗോവ പോർട്ടിനെയും പാരാദീപ് പോർട്ടിനെയും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതാണ് ഇന്ത്യയിലെ റിവറൈൻ മേജർ പോർട്ട് എന്ന്? റിവറൈൻ, അതായത് റിവറിൽ സ്ഥിതി ചെയ്യുന്ന മേജർ പോർട്ട് ഏതാണ്? ലേക്കിൽ സ്ഥിതി ചെയ്യുന്ന മേജർ പോർട്ട് നമ്മൾ പറഞ്ഞായിരുന്നു കൊച്ചി അല്ലെ, വേമ്പനാട് ലേക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ റിവറൈൻ മേജർ പോർട്ട് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ഏത്? കൊൽക്കത്ത പോർട്ട്. റിവറൈൻ മേജർ പോർട്ട് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് ഓൺലി റിവറൈൻ പോർട്ട് ഇൻ ഇന്ത്യ, അതാണ് കൊൽക്കത്ത പോർട്ട്. ഓൺലി റിവറൈൻ പോർട്ട് ഇൻ ഇന്ത്യ, അതാണ് കൊൽക്കത്ത പോർട്ട്. ഓക്കെ, ഓൺലി റിവറൈൻ പോർട്ട് ഇൻ ഇന്ത്യ, അതാണ് കൊൽക്കത്ത പോർട്ട് എന്ന് പറയുന്നത്. മർമഗോവയോ അല്ലെങ്കിൽ നമ്മുടെ പാരാദീപ് പോർട്ടോ റിവറൈൻ പോർട്ടോ അല്ല. കാരണം റിവർ വന്നിട്ട് സീൽ പതിക്കുന്ന സ്ഥലത്താണ് ഈ പോർട്ട്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് പറയാം, റിവറൈൻ പോർട്ട് ഇൻ ഇന്ത്യ. അതേപോലെ ലാർജസ്റ്റ് ഹിൻഡർലാൻഡ് പോർട്ട് ഇൻ ഇന്ത്യ. ഹിൻഡർലാൻഡ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ഹിൻഡർലാൻഡ് പോർട്ട് ഇൻ ഇന്ത്യ, അത് കൊൽക്കത്ത പോർട്ടാണ്. ഹിൻഡർലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പോർട്ടിന്റെ സേവനം ലഭ്യമാവുന്ന പ്രദേശങ്ങളാണ് നമ്മൾ ഹിൻഡർലാൻഡ് എന്ന് പറയുന്നത്. ആ പോർട്ടിന്റെ ഫെസിലിറ്റി, പോർട്ടിന്റെ സർവീസ് കൊടുക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടാവും, ആ ഏരിയയാണ് ഹിൻഡർലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഹാൽഡിയ പോർട്ട് അല്ലെങ്കിൽ ഈ കൊൽക്കത്ത പോർട്ടിന്റെ ഹിൻഡർലാൻഡ് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിൻഡർലാൻഡ് എന്ന് പറയുന്നത്. അതായത് ഈ കൊൽക്കത്ത പോർട്ടിന്റെ സർവീസ് ലഭ്യമാവുന്ന പ്രദേശം ആണ് ഏറ്റവും വലുത് എന്ന് പറയുന്നത്. അങ്ങനത്തെ ലാർജസ്റ്റ് ഹിൻഡർലാൻഡ് പോർട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് കൊൽക്കത്ത പോർട്ട്. അതുപോലെ ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ അങ്ങനെ അറിയപ്പെടുന്നത്, ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ. ഈസ്റ്റേൺ ഇന്ത്യയിലോട്ടുള്ള ഗേറ്റ് വേ എന്നറിയപ്പെടുന്നതാണ് കൊൽക്കത്ത പോർട്ട്. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് കൊൽക്കത്ത പോർട്ട്. അതുപോലെ ന്യൂ നെയിം ഓഫ് കൊൽക്കത്ത
പോർട്ട് ട്രസ്റ്റ്, അതാണ് ഇത് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ്. അത് 2019 അങ്ങനെ നെയിം മാറ്റിയത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് അങ്ങനെ നെയിം മാറ്റിയത്. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കൊൽക്കത്ത പോർട്ടിന്റെ ന്യൂ നെയിം ഓർത്ത് വയ്ക്കുക, ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂ നെയിം ഓഫ് കൊൽക്കത്ത പോർട്ട് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ്. ഓക്കെ, അത് മറക്കരുത്, ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് ട്രസ്റ്റ്. അടുത്ത നമുക്ക് മേജർ പോർട്ടുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ത്യയിൽ പ്രൈവറ്റ് പോർട്ടുകളുണ്ട്, പ്രൈവറ്റ് സീ പോർട്ടുകളുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രൈവറ്റ് സീ പോർട്ട്സ് ഇൻ ഇന്ത്യ. അതിലൊന്നാണ് പിപ്പവാവ്. രണ്ടാമത്തത് മുന്ദ്ര. പിപ്പവാവും മുന്ദ്രയും വന്നിട്ട് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാമത്തേത് പിപ്പവാവ്, രണ്ടാമത്തത് മുന്ദ്രയും പിപ്പവാവും ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തേർഡ് വൺ കൃഷ്ണപട്ടണം വന്നിട്ട് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണപട്ടണം. ഇതെല്ലാം പ്രൈവറ്റ് മേജർ പോർട്സുകളാണ്, പ്രൈവറ്റ് പോർട്സ് ഇൻ ഇന്ത്യ. ഓർത്തു വയ്ക്കുക, സ്വകാര്യമായിട്ടുള്ള പ്രൈവറ്റ് പോർട്ടുകൾ ഇന്ത്യയാണ്. അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ കീഴിലായിരിക്കും. പിപ്പവാവ്, മുന്ദ്ര, കൃഷ്ണപട്ടണം. പിപ്പവാവും മുന്ദ്രയും ഗുജറാത്തിലും, കൃഷ്ണപട്ടണം ആന്ധ്രാപ്രദേശിലുമാണ്. ഫസ്റ്റ് പ്രൈവറ്റ് സീ പോർട്ട് ഇൻ ഇന്ത്യ, അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് പ്രൈവറ്റ് സീ പോർട്ട് ഇൻ ഇന്ത്യ, അതാണ് പിപ്പവാവ്, ഗുജറാത്ത്. ഫസ്റ്റ് പ്രൈവറ്റ് സീ പോർട്ട് ഇൻ ഇന്ത്യ, അതാണ് പിപ്പവാവ്, ഗുജറാത്ത്. ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൈവറ്റ് സീ പോർട്ട്, ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൈവറ്റ് സീ പോർട്ട്, അതാണ് മുന്ദ്ര പോർട്ട്, ഗുജറാത്ത്. മുന്ദ്ര പോർട്ട് വന്നിട്ട് അദാനി ഗ്രൂപ്പിന്റെ കയ്യിലാണ്. വിഴിഞ്ഞം പോർട്ടിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെ അദാനി ഗ്രൂപ്പാണ് ആ പോർട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അതേപോലെ മുന്ദ്ര പോർട്ട് ഗുജറാത്തിലാണ്, ഇന്ത്യയുടെ ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ട്. അപ്പൊ ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈവറ്റ് പോർട്ടാണ് പിപ്പവാവ്, ഇന്ത്യയുടെ ലാർജസ്റ്റ് പ്രൈവറ്റ് പോർട്ടാണ് മുന്ദ്രയും പിപ്പവാവും ഗുജറാത്തിലാണ്. അദാനി ഗ്രൂപ്പിന്റെ കയ്യിലിരിക്കുന്ന പോർട്ട്, അത് ഓർത്തു വയ്ക്കുക, അദാനി പോർട്ട് ട്രസ്റ്റിന്റെ കയ്യിലിരിക്കുന്നതാണ് മുന്ദ്ര പോർട്ട് എന്ന് പറഞ്ഞാൽ, അത് ഓർത്തു വയ്ക്കുക. അതേപോലെ ഡീപ്പസ്റ്റ് ഓൾ വെതർ പോർട്ട് ഇൻ ഇന്ത്യ, അതായത് ഏറ്റവും ആഴം കൂടിയ പോർട്ട്. നമ്മൾ ഏറ്റവും ആഴം കൂടിയ ഡീപ്പസ്റ്റ് മേജർ പോർട്ട് പറഞ്ഞായിരുന്നു, ഏതാണെന്ന്? വിശാഖപട്ടണം. അപ്പം അത് ആന്ധ്രാപ്രദേശിലാണ്. അതുപോലെ തന്നെ ഡീപ്പസ്റ്റ് മേജർ പോർട്ടും മൈനർ പോർട്ടും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോർട്ടാണ് ഗംഗാവാരം പോർട്ട്, ആന്ധ്രാപ്രദേശ്. ഗംഗാവാരം പോർട്ട് ഡീപ്പസ്റ്റ് ഓൾ വെതർ പോർട്ട് ഇൻ ഇന്ത്യ, അതാണ് ഗംഗാവാരം പോർട്ട്, അത് ആന്ധ്രാപ്രദേശാണ്. അതേപോലെ ഒരു പ്രൈവറ്റ് പോർട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ഡിസ്ട്രിക്റ്റിൽ, അതാണ് കൃഷ്ണപട്ടണം പോർട്ട്. 3 പ്രൈവറ്റ് പോർട്ട് പറഞ്ഞായിരുന്നു, പിപ്പവാവ്, മുന്ദ്ര, കൃഷ്ണപട്ടണം. അല്ലെ, കൃഷ്ണപട്ടണം പോർട്ട് സ്ഥിതി ചെയ്യുന്നത് നെല്ലൂർ ഡിസ്ട്രിക്റ്റിലാണ്, ആന്ധ്രാപ്രദേശ്. അതുപോലെ ലാർജസ്റ്റ് ഷിപ്പ് ബ്രേക്കിംഗ് യാർഡ്, അത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വേൾഡിലുള്ള ലാർജസ്റ്റ് ഷിപ്പ് ബ്രേക്കിംഗ് യാർഡ്, ഇന്ത്യയിലുള്ള അല്ല, വേൾഡിലുള്ള ലാർജസ്റ്റ് ഷിപ്പ് ബ്രേക്കിംഗ് യാർഡ്, അതായത് കപ്പൽ പൊളിക്കൽ കേന്ദ്രം എന്ന് പറയും. പഴയ കപ്പലുകൾ പൊളിക്കുന്നത് ഇവിടെയാണ്. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അലാങ് എന്ന് പറയുന്ന ഇവിടെയാണ്, ഗുജറാത്ത്. അലാങ്ങിലാണ് ലാർജസ്റ്റ് ഷിപ്പ് ബ്രേക്കിംഗ് യാർഡ് എന്നറിയപ്പെടുന്നത്, കപ്പൽ പൊളിക്കൽ കേന്ദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാങ് എന്ന് പറയുന്നത്.